എങ്ങനെയാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച് തരുന്നത് എന്നത്? ദൈവം ഇല്ല എന്നുള്ള മുൻവിധിയോടെ പോകുന്നവർക്ക് ദൈവം എന്ന് പറയുന്ന ശക്തിയെ കാണാൻ പറ്റുക. 1968 ജൂലൈ 20 മുമ്പ് ശ്രീനിവാസപ്പയ്യ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഒരു അമ്പലത്തിൽ പോയി അവിടെ ഇരിക്കുന്ന വിഗ്രഹമാണ് ദൈവം. എങ്ങനെയാണെങ്കിൽ അതിനെ എടുത്ത് ആനപ്പുറത്തിരുത്തുമ്പോൾ തിരുമേനി എന്തിന് പിടിക്കണം? ദൈവത്തിന് സ്വയം ഇരിക്കാൻ പാടില്ല. ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കുറേ അധികം ആൾക്കാർ ഈ ദൈവം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ജോലി കിട്ടുന്നു, ലോട്ടറി അടിക്കുന്നു, കല്യാണം നടക്കുന്നു, കാർ എടുക്കുന്നു, ഇതെടുക്കുന്നു. ഇല്ലാത്തവരില്ല. അവിടെ പ്രധാനം വർക്ക് ചെയ്യുന്നത് വിശ്വാസമാണ്. വിശ്വസിക്കാനായിട്ടൊരു കാരണം വേണം. ആ കാരണം ദൈവം എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് നമ്മളായി. അപ്പോൾ ഞാൻ പറയാം, ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ ജാതകം നോക്കുന്നു, എല്ലാം നോക്കുന്നു, എല്ലാം കാർമിക് എഫക്റ്റ്. ദൈവം പറഞ്ഞ രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ പ്രകൃതിയെ, ഈ പഞ്ചഭൂതങ്ങൾ ദൈവ സൃഷ്ടിയാണ്, എല്ലാ മതങ്ങളും പറയുന്നുണ്ടെന്നോ, അതിനെ ആദരിക്കണം. ഭൂമി ദേവിയെ വേദനിപ്പിക്കരുതെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ശ്രീനിവാസ ഭായ് സാറേ, ഒരുപാട് ഇൻ്റർവ്യൂവിൽ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച് തരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് അങ്ങയുടെ ഒരു വർഷം? ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലില്ല എന്ന് തന്നെ പറയണം. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവമുള്ളൂ. നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ കിട്ടും. ദൈവമില്ല എന്നുള്ള മുൻവിധിയോടെ പോകുന്നവർക്ക് ദൈവം എന്ന് പറയുന്ന ശക്തിയെ കാണാൻ പറ്റുകയില്ല. ഓക്കെ. 1968 ജൂലൈ 20 മുമ്പ് ശ്രീനിവാസപ്പയ്യ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ജനിക്കുന്നത് ജൂലൈ 20-നാണ്. പക്ഷേ അതിനു മുമ്പും ഇതിലേക്ക് വന്ന ഏതോ എനർജി ഇല്ലായിരുന്നു. നമ്മൾ ദൈവത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഞാൻ എത്തുകയാണ്. ഈ ശരീരമല്ലല്ലോ ഞാൻ. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് ഒരു അമ്പലത്തിൽ പോയി അവിടെ ഇരിക്കുന്ന വിഗ്രഹമാണ് ദൈവം. എങ്ങനെയാണെങ്കിൽ അതിനെ എടുത്ത് ആനപ്പുറത്തിരുത്തുമ്പോൾ തിരുമേനി എന്തിന് പിടിക്കണം? ദൈവത്തിന് സ്വയം ഇരിക്കാൻ പാടില്ല. സാധാരണ കേൾക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി അവിടെ ഒരു കല്ലിൽ ഈ ദൈവത്തെ ആവാഹിച്ച് വെച്ചിരിക്കുകയാണ്. ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കുറേ അധികം ആൾക്കാർ ഈ ദൈവം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് ജോലി കിട്ടുന്നു, ലോട്ടറി അടിക്കുന്നു, കല്യാണം നടക്കുന്നു, കാർ എടുക്കുന്നു, ഇതെടുക്കുന്നു. ഇല്ലാത്തവരില്ല. അവിടെ പ്രധാനം വർക്ക് ചെയ്യുന്നത് വിശ്വാസമാണ്. വിശ്വസിക്കാനായിട്ടൊരു കാരണം വേണം. ആ കാരണം ദൈവം എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് നമ്മളായി. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഹിന്ദു ഇതര ഒരു വിശ്വാസിയോട് പറഞ്ഞാൽ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് അവർ പറയും. അവരുടെ പ്രാർത്ഥനകളിൽ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ടത് വിശ്വസിക്കണം, എന്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല നമ്മുടെ യുവതലമുറയ്ക്ക്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമാണ് ഹിപ്നോതെറാപ്പി, അല്ലേ? ഇവിടെയും പല ആൾക്കാരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഹിപ്നോതെറാപ്പിസ്റ്റ്. ഈ ഹിപ്നോതെറാപ്പി ചെയ്യാൻ വിധേയരായിട്ടിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എന്തോ ഒരു ട്രോമ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ആങ്സൈറ്റി, അത് മാറ്റണം. അത് മാറ്റാനായിട്ട് അത് മാനസികമായിട്ടൊരു കാര്യമാണ്. ശാരീരികമാണെങ്കിൽ മരുന്ന്, പഞ്ചകർമ്മ ചികിത്സ വെച്ച് മാറ്റാം. മാനസികമായിട്ട് മനസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും അവർ കൗൺസിലിംഗ് നോക്കും, ഹിപ്നോതെറാപ്പി നോക്കും. അപ്പോൾ അവർ കുറേ ഉപദേശങ്ങൾ തരികയാണ്, നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ തരികയാണ്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ അതനുസരിച്ച് അത് കേൾക്കാനുള്ള പൂർണ്ണ ക്ഷമത നമ്മൾ കാണിച്ചാൽ നമ്മളിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങും, മാറ്റങ്ങളുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കാണ്ട് എന്ത് പറയുന്നു, അതിലൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടെന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ പേഴ്സണൽ അനുഭവത്തിൽ ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഞാനും ഇതുണ്ടോ എന്നുള്ള ഞാൻ വിശ്വസിച്ചിരുന്നവരാണ്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം വരുന്നത്, ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഇതൊക്കെ കർമ്മദോഷമാണ്, ആ പെൺകുട്ടി കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ചെയ്തതാണ്, അത് ദൈവദോഷമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രളയങ്ങൾ, ദുരിതങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ചൂരൽമല ദുരന്തം, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ആളുകൾ ദൈവത്തെ പഴിക്കാറുണ്ട്. ഇങ്ങനൊരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് പോകുന്നത്? അവിടെയാണ് ദൈവത്തെ ആളുകൾ ചോദ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ കുട്ടികളെ, കുരുന്നുകളെ കൊല്ലുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചുകൊണ്ട് കൂടുതലും ആളുകളും വരുന്നത്. അതെന്തുകൊണ്ടാണ്? വളരെ കറക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞ ചൂരൽമലയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന നേരത്തെ സൂചനകളുണ്ടായിരുന്നു? ഇല്ല. കസ്തൂരി രംഗൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? അതുകൂടാണ്ട് വേറെ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ? സൂചനകൾ കൊടുത്തതല്ലേ? അതെ, തീർച്ചയായിട്ടും കൊടുത്തതല്ലേ. കൃഷ്ണനോ ശിവനോ വന്നിട്ട് നേരെ രാജാപ്പാട്ട് വേഷത്തിൽ, ബാലേ വേഷത്തിൽ വന്നിട്ട് ശ്രീനിവാസ അല്ലെങ്കിൽ രാഹുലെ വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഇന്നോട് ഇല്ല ഞാൻ പറയട്ടെ അരുളി ചെയ്യണമെന്ന് പറയണോ? അവർ പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചില്ലേ? ഒന്ന് ചൂരൽമല വിഷയത്തിൽ പറയാം. ഇത് പറഞ്ഞത് മലപ്പുറത്ത് റോഷിനി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഞാൻ പേരും പറയുകയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ ചൂരൽമല ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അധികം അവിടെയുള്ളവർ ഇപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യട്ടെ, സത്യമാണോ അല്ലേ? പ്രശ്നം നടന്നു, പ്രശ്നം വെച്ചു, ദേവപ്രശ്നം അഷ്ടമംഗല പ്രശ്നം. അപ്പോൾ അവർ പറഞ്ഞത് ഈ ചൂരൽമല എന്ന് പറയുന്ന ഈ സ്ഥലം അന്താരാഷ്ട്ര പ്രസിദ്ധമാകാൻ പോവുകയാണെന്ന്. ഓക്കെ, ഇവർ പറഞ്ഞത്. ഇതിനു മുമ്പൊരു പ്രശ്നം വെച്ചിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നത് ഒരു ദശാബ്ദത്തിന് മുമ്പായിരിക്കും. അത് വെച്ചത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. ഒരു ദേവപ്രശ്നം വെച്ചിട്ട് പറഞ്ഞു അവിടെ ക്ഷേത്രക്കുളം ഉണ്ടായിരുന്നു. ഇതെനിക്ക് വായിച്ചിട്ടുള്ള അറിവാണ് കേട്ടോ, സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുള്ള അറിവാണ്. ക്ഷേത്രക്കുളം ഉണ്ടായിരുന്നു, അത് നശിച്ച് കിടക്കുകയാണ്, അത് നിങ്ങൾ പുനരുദ്ധാരണം ചെയ്യുക. ആ ക്ഷേത്രക്കുളം തേകി അതിൽ ജലം വന്ന് തടഞ്ഞ് ആ ക്ഷേത്രക്കുളം നിറയുമ്പോൾ ഈ ക്ഷേത്രവും പ്രശസ്തമാകുമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ സമയത്തിനടുത്ത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഈ സംഭവത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഈ ക്ഷേത്രക്കുളം അവർ നവീകരിച്ചു. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ക്ഷേത്രക്കുളം നവീകരിച്ചു. വെള്ളം നിറഞ്ഞ സമയത്ത് ഇപ്പുറത്ത് ദൈവം എന്ന് പറയുന്നൊരു ശക്തി ക്രിസ്തുമതത്തിൽ ജനിച്ച അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന് പറഞ്ഞ IPS ഉള്ള ഉദ്യോഗസ്ഥനെ വളരെയധികം അനുഭവങ്ങളിലൂടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ അസാധാരണമായ അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ വിഗ്രഹം പലപ്പോഴും പോയിട്ട് അവർക്ക് സ്ഥലകാല ബോധം പോകുന്നു എന്ന് പറഞ്ഞു, കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. ഇത് അതുപോലെ സംഭവിച്ചു. ഈ ചൂരൽമലയിലും പറഞ്ഞത് അന്താരാഷ്ട്ര പ്രശസ്തമാകുന്നു ആയില്ലേ? നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്ന ഇതാണ്. ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മളിപ്പോൾ ജാതകം നോക്കുന്നു, എല്ലാം കാർമിക് എഫക്റ്റാണ്. പക്ഷെ അന്താരാഷ്ട്ര രീതിയിൽ അറിയപ്പെട്ടു എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഒഴുകിപ്പോകുമ്പോൾ അവിടെ പോയ മനുഷ്യരുടെ ജീവൻ, അവിടെ ദൈവത്തിന് ഒരു വിലയുമില്ലേ എന്നൊരു ചോദ്യമല്ലേ? അല്ല, ഈ മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത്, ദൈവത്തിനെ ആദരിക്കാനും നിന്ദിക്കാനും മനുഷ്യന് ഇതുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ചതുമാണ് ദൈവം എന്ന് പറയുന്ന രൂപം. ദൈവം പറഞ്ഞ രീതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവം എന്ന് പറയുന്ന ശക്തിയിൽ പ്രകൃതിയെ, ഈ പഞ്ചഭൂതങ്ങൾ ദൈവ സൃഷ്ടിയാണ്, എല്ലാ മതങ്ങളും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെ ആദരിക്കണം. ഭൂമി ദേവിയെ വേദനിപ്പിക്കരുതെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ആ ഒരു കാര്യത്തിൽ പീഡനത്തിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്. ഇപ്പം ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത്, അത് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ടോ? 2018 പ്രളയം രാഷ്ട്രീയപരമായിട്ടിരിക്കുന്ന ചിലരുടെ തീരുമാനങ്ങളിൽ വന്ന വീഴ്ചയല്ലേ? ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്തതല്ലേ? മഴ വരുമെന്നും ഇത് ചെയ്തതും എല്ലാമല്ലേ? സൂചനകൾ ദൈവം പല രീതിയിൽ കൊടുക്കും, പല ആൾക്കാരിലൂടെ കൊടുക്കും. അത് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരായിരിക്കും, ചിലപ്പോൾ റിട്ടയറായ ഉദ്യോഗസ്ഥന്മാർ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് NGO ആയിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കെതിരെ നിൽക്കാനായിട്ട് ഓരോ റിപ്പോർട്ട് ഇറക്കുന്നു എന്ന് പറഞ്ഞ് നിഷേധിക്കാം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ നിഷേധിക്കാം. അവർ പറഞ്ഞതല്ലേ ശരിയായി വരുന്നത്. അതെ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്തു വെച്ചതാണ്. പക്ഷെ അവിടെയും ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തടഞ്ഞു വെച്ചിട്ടുള്ള സർക്കാരുകൾക്ക് അതിൻ്റേതായിട്ടുള്ള കാർമിക ദോഷങ്ങൾ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ സർക്കാർ ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഇവിടെ രാവിലെ ഇരിക്കുന്നത് നമ്മളെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു അല്ലേ? ശ്രീനിവാസപ്പ എന്ന് പറയുന്ന ആളെയും
അബാക് മീഡിയയുടെ രാഹുൽ എന്ന് പറയുന്ന ആളും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലെ ഒരു ഉണ്ട്. നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ജന്മത്ത് നമ്മൾ പഠിച്ച പഠനം വെച്ചാണോ നമ്മളിവിടെ ഇരിക്കുന്നത്? അല്ല. അല്ല. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ വളരെയധികം ഇതായിട്ട് ആരുടെയൊക്കെയോ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നിയോഗമായിട്ടാണ് നമ്മളിരിക്കുന്നത്. ആ നിയോഗത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ അധികാര പരിധികളൊന്നുമില്ല. നമ്മളിവിടെ കാര്യങ്ങൾ പറയുന്നു, ഇതിൽ നിന്ന് സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കുന്നു, ഇല്ലാത്തവരില്ല. ഓക്കെ. പക്ഷേ നമ്മളൊരു ശമ്പളം വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. നാളെ രാഹുൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഞാനൊരു മന്ത്രിയായാൽ ഞാൻ മനസ്സിലാക്കണം, സാധാരണ പോലെ അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ടാക്സ് വാങ്ങിച്ചിട്ട് എന്താണ് എൻ്റെ പ്രതാപം കാണിച്ചിട്ട് മന്ത്രിയായിരിക്കുന്ന ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവന് ഹിതകരമല്ലാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കാർമിക് എനിക്ക് വരുന്നു മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ല. നോക്കിയേ, എത്രയോ ഈ അധികാര സ്ഥാനങ്ങളിലിരുന്നവർ എത്രയോ അവസാന കാലങ്ങളിൽ കഷ്ടപ്പെടുന്നില്ലേ? പല വിധത്തിൽ കഷ്ടപ്പെടുന്നില്ലേ? ഇല്ലേ? വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം എവരി ആക്ഷൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഊർജ്ജമാണ് ദൈവം എന്ന് പറയുന്ന ശക്തി. ഊർജ്ജമാണ് ഊർജ്ജതന്ത്രത്തിൻ്റെ. അപ്പോൾ ചോദിക്കും, ഊർജ്ജതന്ത്രത്തിന് എന്തിനാണ് നിങ്ങൾ കൂട്ടുപിടിക്കണമെന്ന് ചോദിക്കും. പക്ഷേ പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനും കർമ്മമുണ്ട്, കർമ്മത്തിന് ഫലമുണ്ട്. അതാണ് എന്താണ് കൃഷ്ണൻ അർജുനനോട് പറയും, നീ നിൻ്റെ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം നീ ഇച്ഛിക്കരുത്. കൂട്ടുകാരനിട്ട് 2 ഇടി കൊടുത്ത് അവൻ പണ്ട് എന്നെ ഇടിച്ചുകൊണ്ടാണെന്ന് പറയരുത്. നീ ഇടിച്ചതിൻ്റെ ഫലം നിനക്ക് വേറെ കിട്ടും എന്ന് പറഞ്ഞാൽ, നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നീ നിശ്ചയിക്കുന്നതല്ല കിട്ടണത്. അത് യൂണിവേഴ്സൽ ലോ ആയിട്ടാണ് നിനക്ക് കിട്ടണമെന്നാണ് കൃഷ്ണൻ പറഞ്ഞു വെച്ചത്. അതാണ് സംഭവിക്കുന്നത് പല കാര്യത്തിലും. അത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. ഇപ്പോൾ ഹിപ്നോതെറാപ്പി വന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഒരു പക്ഷേ ഓൺ സ്ക്രീനിൽ അവർ പറഞ്ഞു എന്ന് വരികയില്ല, ഓഫ് സ്ക്രീനിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറയും. എല്ലാ കാര്യങ്ങൾക്കും അനുഭവങ്ങളുണ്ട് നമുക്ക്. നിസ്സാരം പറയാം, ഒരു ഹിപ്നോട്ടിസം സെഷൻ ക്ലാസ്സിൽ വന്ന ഒരു കാര്യമാണ്. വിവാഹിതയായി 40 വയസ്സോളം പ്രായമുള്ള ടീച്ചർ. ഓക്കെ. 8ാം ക്ലാസ്സിൽ അല്ലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി. ഈ ടീച്ചർ സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുന്നു. ഇവർക്ക് ഈ കുട്ടീനേക്കാളും പ്രായമുള്ള മക്കളുണ്ട്. ട്യൂഷൻ കൊടുക്കുന്നു, ഇത് ചെയ്യുന്നു. ഇത് കഥയല്ല, ഇത് ആരാണ് പറഞ്ഞതെന്നോ എന്താണെന്നോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം ശരിയാണോ. ഇത് റിയൽ നടന്നതാണ്, കേരളത്തിൽ നടന്ന സംഭവം. കൊടുക്കുന്നു. പരിധി കവിഞ്ഞ് ഇവർ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ആകുന്നു. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അമ്മേനേക്കാളും പ്രായമുള്ള ടീച്ചറാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ ടീച്ചർ മതി, ടീച്ചർക്ക് കുട്ടികളെക്കാളും ഈ ആൺകുട്ടിയോട് ഇത് എന്നൊക്കെ വന്നപ്പോഴത്തേക്കും ഇവന് വീട്ടിൽ വരണ്ട. മനസ്സിലായോ? ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് തോന്നി കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ടീച്ചറിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്, സ്വന്തം മാതാപിതാക്കളെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു ഇത് വന്ന് ലാസ്റ്റ് എനിക്ക് തോന്നുന്ന കൗൺസിലറാണോ ആരോ ഹിപ്നോതെറാപ്പി ഇതിന് പുള്ളിനെ വിധേയമാക്കിയപ്പോഴത്തേക്കും ഇവർ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഭാര്യ കാമുക ബന്ധമുണ്ട് ഇവർ തമ്മിൽ. മനസ്സിലായ എന്ന് മനസ്സിലാക്കി. ഈ പയ്യൻ്റെ മനസ്സിൽ ഇതുണ്ട്. ഒരു പക്ഷേ ആ പയ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു തോന്നലായിരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും കഥ വായിച്ചിട്ട്, പുരാണ കഥ വായിച്ചിട്ട് കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യ അങ്ങനെയെന്നുള്ള തോന്നലായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യുക, ഇത് സത്യമാണോ എന്നറിയണമെങ്കിൽ അവരെയും ഹിപ്നോതെറാപ്പിക്ക് വിധേയമാക്കണം. അപ്പോൾ അവരുടെ ഭർത്താവിനെയും വിളിച്ച് പറഞ്ഞ് അവർക്കും അറിയാം ഇതെന്തുകൊണ്ട് ഈ കുട്ടിയോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. അവരും കൊണ്ടുവന്നു, തമ്മിലറിയുന്നില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇവരെ തമ്മിലകറ്റി അവരെയും കൊണ്ടുവന്നപ്പോഴത്തേക്കും ശരിയാണ്, ഇവർ തമ്മിൽ പാസ്റ്റ് ലൈഫ് കമിതാക്കളായിരുന്നത് എന്താണ്, ഈ ലേഡി ഉണ്ടല്ലോ, ലേഡി നേരത്തെ സൂയിസൈഡ് ചെയ്യുക, കൊല്ലുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ജാതി ഇത് വന്നിട്ട് കൊല്ലുകയോ ചെയ്തു. അവർ വേറെ ലൈഫ് എടുത്തു. പക്ഷേ ഈ കുട്ടി അതിൻ്റെ കാലം കഴിഞ്ഞിട്ട് മരണപ്പെട്ട് പിന്നെ ലൈഫ് എടുത്തു. അതാണ് ഈ പ്രായത്തിൻ്റെ അന്തരം വന്നത്. ആ അറ്റാച്ച്മെൻറ്റാണ് ഇവരിൽ വരുന്നത്. പിന്നെ ഇവരെ രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഈ പറഞ്ഞ ഇതിൽ നിന്ന് രണ്ടുപേരും വേറെ സ്ഥലങ്ങളിലേക്ക് എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ പോയാണ് ഇത് സൊല്യൂഷൻ കണ്ടെത്തിയത്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് വരും, പാസ്റ്റ് ലൈഫ് കർമാസ് തീർച്ചയായിട്ടും ബാധിക്കും.
അതിനെക്കുറിച്ചാണ് പഠനങ്ങൾ, എത്രയോ പഠനങ്ങൾ അറിയാവുന്ന ആൾക്കാർ നടത്തിയിട്ടുണ്ട്. ഡോക്ടർ ബ്രയാൻ എൽവിസ് നടത്തിയിട്ടുണ്ട്, സ്റ്റീവ് ജോൺസൺ നടത്തിയിട്ടുണ്ട്, നമ്മുടെ രാധാകൃഷ്ണ പണിക്കർ സാറ് അബാക്കി തന്നെ ഇൻ്റർവ്യൂ കൊടുത്ത രാധാകൃഷ്ണ പണിക്കർ സാറിൻ്റെ 2 ബുക്കുകളുണ്ട്. എൻ്റെ രഹസ്യം, നിങ്ങളേത് മരണാനന്തര രഹസ്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. കുറേ സാധ്യതകൾ പറയുന്നുണ്ട്, കർമ്മസിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം, ഇതൊരു സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാനിപ്പോൾ അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ 2 വയസ്സിൽ പല്ല് വരുമ്പോൾ ഡിഫ്തീരിയ വന്നു, 7ാമത്തെ വയസ്സിൽ എനിക്ക് പോളിയോ വന്നു, 10ാമത്തെ വയസ്സിൽ എനിക്ക് ഇത് വന്നു, പൈൽസ് വന്നു, 13ാമത്തെ വയസ്സിൽ ടൈഫോയിഡ് വന്നു, 23ാമത്തെ വയസ്സിൽ മഞ്ഞപ്പിത്തം വന്നു. അങ്ങനെ ആ ഓരോ ഇത് വെച്ചിട്ട് ഞാൻ അനുഭവിക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ദൈവത്തിൽ വിശ്വാസമാണ്, ഞാൻ ഉപനയന നമസ്കാരം ചെയ്തു, സന്ധ്യാവന്ദനം ചെയ്യുന്നു, സഹസ്രനാമങ്ങൾ ചെല്ലുന്നു, ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നു, അത് ചെല്ലുന്നു, എന്തുകൊണ്ട് ദൈവം കണ്ണു തുറക്കുന്നില്ല? അങ്ങനെ ആയിട്ട് A.T. കോവൂർ സാറിൻ്റെ ബുക്കൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അപ്പോഴും പ്രീ ഡിഗ്രി ബോർഡ് സമയകാലത്ത് ഒരു ഇത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ജാതകം കൊണ്ട് എൻ്റെ ഗുരു ശിക്ഷ തന്ന ബ്രഹ്മശ്രീകൃഷ്ണേന്ദ്രമ തിരുവേനിനെ കാണിച്ചപ്പോൾ പറഞ്ഞ് ഇവന് ദശാസന്ധിയാണെന്ന് പറഞ്ഞു. മനസ്സിലായി? ദശാസന്ധി അന്നെന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേർ നാട് വിട്ടു പോകും. അപ്പോൾ നമ്മളെ വളരെ സുരക്ഷയിലാക്കി. പിന്നെ തിരുമേനി ഒരു ബ്രഹ്മി സാരസ്വതകൃതം ജപിച്ച് തന്നപ്പോൾ എൻ്റെ തോട്ട് പ്രോസസ്സ് മാറി. 41 ദിവസം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തപ്പോൾ പതുക്കെ തോട്ട് പ്രോസസ്സ് മാറി, എൻ്റെ രീതികൾ തന്നെ മാറി. അതോടൊപ്പം തന്നെ ഇത് നോക്കുന്നു, അന്വേഷണ തിരുമേനി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പുറത്ത് യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ തോന്നും. അപ്പോൾ ഇത് വെറും വിശ്വാസം, അബദ്ധജടിലമായ വിശ്വാസങ്ങൾ. പണ്ടെങ്ങാണ്ടോ ഒരു ചക്ക വീണപ്പം മുയലിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെയാണെന്നുള്ള ധാരണയിലേക്ക് ഞാൻ വന്നു. അപ്പോഴും നമ്മളൊരു 50 വയസ്സ് വരെയുള്ള ഒരു കാലം വേണം. ഈ 50 വയസ്സിൽ ഞാനൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് പോയപ്പോഴത്തേക്കും, ഒരു സർജറിക്ക് വിധേയമായി, അതിനകത്തെ അനുഭവങ്ങൾ വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആണ് ഈ കാര്യങ്ങളെന്ന് മനസ്സിലായി. ഇത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കും, പക്ഷേ ഇതിൽ അന്ധമായിട്ട് വിശ്വസിക്കുക. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായിട്ട്, ഇപ്പം ഞാൻ വന്നു ശ്രീനിവാസപ്പൈ എന്ന് പറഞ്ഞ അബാക് മീഡിയയിൽ ഇരുന്നിട്ട് ഞാനിത് ചെയ്തു, ഉടനെ നിങ്ങൾക്ക് ഫോൺ വരും, ശ്രീനിവാസപ്പൈ സാറിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ? ഇല്ലേ? ഈ എന്നെക്കൊണ്ട് എന്ത് സാധിക്കുന്ന ആൾക്കാർ നോക്കുന്നില്ല. എനിക്ക് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ ഒരു ദൈവത്തിനും സാധ്യമല്ല. അവനവൻ തീർക്കണം അവനവൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം തീർക്കണമെങ്കിൽ ഞാൻ തന്നെ തീർക്കണം. ദൈവത്തിനെ നമുക്ക് കൂട്ടുപിടിക്കാം, താൻ പാതി ദൈവം പാതി എന്ന് പിടിക്കാം. അല്ലാണ്ട് അമ്പലത്തിൽ കൊണ്ട് കാണിക്ക കിട്ടുന്ന, ഞാൻ അവിടെ ഉദയാസ്തമന പൂജ നടത്തിയെന്ന, അല്ലെങ്കിൽ ശിവേലിക്ക് സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങളൊന്നും ദൈവം ഏറ്റെടുക്കുകയില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചെയ്തതാണ്, ഞാൻ വിതച്ച വിത്തുകളാണ്, അതിൻ്റെ വിളവെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതാണ് ശരിക്കും, അതാണ് കർമ്മസിദ്ധാന്തം. അതിൽ തീർച്ചയായിട്ടും കുട്ടികളെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് നമുക്കറിയാം. കൊല്ലം ജില്ലയിലെ ഒരു ഡോക്ടർ, വളരെ സാധുവായിട്ടുള്ളൊരു ഡോക്ടർ, ഇപ്പോഴും അതിൻ്റെ വിചാരണ നടക്കുക. ഇന്നലെ പേപ്പറിൽ വന്നുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നില്ല. അതിനകത്ത് പെട്ടെന്ന് പ്രകോപനമായിട്ട് ഒരു മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ മദ്യപാനം ചെയ്തെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഡോക്ടറെ കുത്തിക്കൊന്ന കേസ് കൊല്ലത്തൊരു ജില്ലയിൽ. അപ്പോൾ അതിൽ പറയുന്ന ഇദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാകുന്ന ആളല്ല. എങ്ങനെ ബാക്കിയുള്ളവർ അവിടെ നിന്ന് മാറി, ആണുങ്ങൾ വരെ അവിടെ നിന്ന് മാറിയിട്ട് ഈ ആളുടെ കുത്തിന് വിധേയമാകാൻ ഈ ഡോക്ടർക്ക് എങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അതിനാണ് അവിടെ രക്ഷപ്പെടുത്താവുന്ന. ബാക്കിയുള്ളവരുണ്ടല്ലേ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ, കൂടിയാവുന്ന കുത്ത് കിട്ടും, കയ്യിലൊന്ന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതല്ലേ. എങ്ങനെ ആൾക്കാർ അവിടെ ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അതിന് നമുക്ക് മറുപടിയില്ല. നമുക്ക് കുറ്റങ്ങൾ പറയാം, കുറേ അധികം ആൾക്കാരെ കുറ്റങ്ങൾ പറയാം. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യുന്നത് ഗുരുദേവൻ പറഞ്ഞ അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അപരനും സുഖത്തിനായി വരണം. സുഖത്തിനായി വന്നില്ലെങ്കിലും ബാക്കിയുള്ളവന് പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരാളുടെ വേക്കൻസി ഉണ്ട്, അവർ ടെസ്റ്റ് നടത്തുകയാണ്, 100 പേര് അപ്പിയർ ചെയ്യുന്നു, അതിൽ ഹാജരാകുന്നു. അതിൽ ഞാൻ ബാക്കിയുള്ളവൻ്റെ ചാൻസ് കളയണ്ടെന്ന് പറഞ്ഞ് എഴുതാണ്ടിരിക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവനെ ഉപദ്രവിക്കാണ്ടിരിക്കുക,